ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം ഏറ്റവും ശക്തമായ കാലമാണിത്. ഇറാന്റെ ആണവ പദ്ധതികൾ ചൂണ്ടിക്കാട്ടിയാണ് ജൂൺ മാസത്തിൽ ഇസ്രായേൽ ഇറാനിൽ ആക്രമണം നടത്തിയത്. അതിനൊപ്പം തന്നെ ഇറാനിൽ ഭരണമാറ്റം ലക്ഷ്യമിട്ട് വിധ്വംസക ശക്തികളെ പ്രോത്സാഹിപ്പിക്കുകയും സഹായം നൽകുകയും ചെയ്യുന്നു. 1979 ഇസ്ലാമിക വിപ്ലവം അധികാരത്തിൽ നിന്നും പുറത്താക്കിയ മുഹമ്മദ് റസാ പഹ്ലവിയുടെ മകൻ റസാ പഹ്ലവിക്കുള്ള സയനിസ്റ്റുകളുടെ പിന്തുണ അതിൻ്റെ ഭാഗമാണ്. കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളായി സയനിസ്റ്റ് ഭരണകൂടം ഇറാനികൾക്കും ഇറാനുമെതിരെ പല രീതികളിൽ പ്രവർത്തിച്ചു വരുന്നു. ആഭ്യന്തര അസ്വസ്ഥത വളർത്തുക, പ്രകോപനപരമായ അന്തരീക്ഷം സൃഷ്ടിക്കുക, സായുധ സംഘടനകൾ രൂപീകരിക്കൽ, നേരിട്ടും അല്ലാതെയും ആക്രമണം നടത്തുക എന്നിവ അതിൽ ഉൾപ്പെടുന്നു. ഇറാന്റെ വിവിധ പ്രവിശ്യകളെ ഇറാനിൽ നിന്നും വേർപെടുത്തുക എന്ന ലക്ഷ്യത്തോടെ വിവിധ സംഘടനകൾക്ക് ഇസ്രായേൽ സഹായവും നൽകുന്നു. ഇസ്രായേലി രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിന്റെ മുൻ ഉദ്യോഗസ്ഥനായ മൊർദെഖായ് കിദാർ 2024 മാർച്ച് 13 ജെറുസലേം പോസ്റ്റിൽ എഴുതിയ ലേഖനം അത് വെളിപ്പെടുത്തുന്നു. വംശീയവും സ്വത്വപരവുമായ വികാരങ്ങൾ ഉണർത്തി ഇറാനെ 6 രാജ്യങ്ങളായി വിഭജിക്കുകയും പേർഷ്യൻ ഇതര വംശങ്ങൾ ഓരോന്നും സ്വതന്ത്ര രാജ്യം രൂപീകരിക്കുകയും ചെയ്യുന്ന ഒരു പദ്ധതി അദ്ദേഹം അവതരിപ്പിച്ചു. ഇറാനിലെ മതമൗലികവാദികളായ ഭരണാധികാരികളോട് മാത്രമാണ് തങ്ങൾക്ക് ശത്രുതയെന്നും പൗരന്മാരോട് പ്രശ്നമില്ലെന്നുമുള്ള നുണ നിലനിർത്താനായി ഇറാനിലെ വിഘടനവാദികളുമായുള്ള ബന്ധം ഇസ്രായേൽ മറച്ചുപിടിക്കുകയായിരുന്നു. എന്നാൽ ജൂണിൽ ഇറാനിൽ നടത്തിയ ആക്രമണം പരാജയപ്പെട്ടതോടെ വിഘടനവാദികളെ സജീവമാക്കുന്നതിനെക്കുറിച്ച് ഇസ്രായേൽ പരസ്യമായി സംസാരിച്ചു തുടങ്ങി. ഇതോടെ ന്യൂസ് വീക്ക് മാഗസിൻ വിഷയത്തിൽ വിശദമായ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. ജൂണിൽ 12 ദിവസം യുദ്ധം ചെയ്തതിനു ശേഷം പുതിയ യുദ്ധത്തിന് ഇസ്രായേൽ തയ്യാറെടുക്കുകയാണെന്ന് റിപ്പോർട്ട് പറയുന്നു. പക്ഷേ ഇത്തവണ ഒരു രഹസ്യ ആയുധവും ഇസ്രായേൽ തയ്യാറാക്കുന്നു. സർക്കാരിനെ അട്ടിമറിക്കാനും സ്വാതന്ത്ര്യം നേടാനും ആഗ്രഹിക്കുന്ന ചില വിഭാഗങ്ങളാണ് ആ ആയുധം. മിഡിൽ ഈസ്റ്റിലുടനീളം സംഘർഷങ്ങൾ തുടരുന്നതിനിടയിൽ അത്തരം പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നുവെന്ന് വിശകലന വിദഗ്ധരും മുൻ ഇസ്രായേലി ഉദ്യോഗസ്ഥരും ന്യൂസ് വീക്കിനോട് പറഞ്ഞു. മുൻ IDF ഇന്റലിജൻസ് അനലിസ്റ്റും ഇസ്രായേൽ ഡിഫൻസ് ആൻഡ് സെക്യൂരിറ്റി അസോസിയേഷനിലെ സീനിയർ ഫെലോയുമായ എറാൻ ലഹാവ് ഉൾപ്പെടെ ഇറാന് അകത്തും പുറത്തുമുള്ള വിവിധ ശക്തികളെ സംഘടിപ്പിക്കണമെന്നാണ് ഇസ്രായേലി സൈന്യത്തിലെ മുൻ രഹസ്യാന്വേഷണ പ്രവർത്തകനായ എറാൻ ലഹാവ് അഭിപ്രായപ്പെട്ടത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെയും ഇറാനിയൻ പ്രതിപക്ഷ നേതാക്കളുടെയും ജനകീയ പ്രക്ഷോഭങ്ങൾക്കായുള്ള ആഹ്വാനം ഇറാനിയൻ ജനത തള്ളിയെന്നും അതിനാൽ വിഘടനവാദികൾക്ക് ആയുധങ്ങളും മറ്റു സഹായങ്ങളും നൽകണമെന്നാണ് എറാൻ ലഹാവ് ആവശ്യപ്പെട്ടത്. അവയുണ്ടെങ്കിൽ മാത്രമേ പ്രതിപക്ഷത്തിന് ഫലപ്രദമായി പ്രവർത്തിക്കാനാവൂ എന്നും അദ്ദേഹം എഴുതി. അതിനു പിന്നാലെയാണ് സ്വയം രാജകുമാരൻ എന്ന് വിശേഷിപ്പിക്കുന്ന റസാ പഹ്ലവി തന്റെ സംഘടന സായുധ സംഘടനയാണെന്ന് പ്രഖ്യാപിച്ചത്. ചെറിയ പോരാട്ട ഗ്രൂപ്പുകൾ രൂപീകരിക്കാനും വികസിപ്പിക്കാനും അന്തിമ യുദ്ധത്തിന് തയ്യാറെടുക്കാനുമുള്ള സമയമാണിതെന്നാണ് കാനഡയിൽ നടന്ന പരിപാടിയിൽ റസാ പഹ്ലവി പറഞ്ഞത്. ഇതോടെ സായുധ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട നിരവധി ലഘുലേഖകൾ അവർ പ്രചരിപ്പിക്കാനും തുടങ്ങി. ഹിജാബ് ധരിച്ചില്ലെന്നാരോപിച്ച് മഹ്സ അമ്നി എന്ന യുവതിയെ ഇറാനിലെ മതധാർമ്മിക പോലീസ് ആക്രമിച്ചെന്ന പ്രചാരണങ്ങൾക്കും സമരങ്ങൾക്കും പിന്നിൽ ഇസ്രായേൽ പ്രവർത്തിച്ചിരുന്നു. അക്കാലത്ത് റസാ പഹ്ലവിയും ബെഞ്ചമിൻ നെതന്യാഹുവും കൂടിക്കാഴ്ച നടത്തുകയുമുണ്ടായി. ജൂണിൽ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചപ്പോൾ റസാ പഹ്ലവി ഇസ്രായേലിനാണ് പിന്തുണ പ്രഖ്യാപിച്ചത്. ഇസ്രായേലി ആക്രമണങ്ങളെ റസയുടെ ഭാര്യ യാസ്മിൻ പിന്തുണയ്ക്കുകയും ചെയ്തു. ഈ യുദ്ധത്തിൽ തങ്ങൾ പങ്കാളികളാണെന്നും വിജയിക്കുമെന്നുമാണ് പഴയ രാജകുടുംബത്തിലെ ഭൂരിപക്ഷം അംഗങ്ങളും പ്രഖ്യാപിച്ചത്. ഇറാനിയൻ സർക്കാരിനെതിരായ ഏതൊരു നടപടിയും പോസിറ്റീവ് നടപടിയാണെന്നാണ് BBC-ക്ക് നൽകിയ അഭിമുഖത്തിൽ പഹ്ലവി പറഞ്ഞത്. സിവിലിയന്മാരെ കൊലപ്പെടുത്തുന്നതിനുള്ള അംഗീകാരമായിരുന്ന ഈ പ്രസ്താവനകൾ പരിപാടിയുടെ അവതാരികയെപ്പോലും അത്ഭുതപ്പെടുത്തി. US-ലെ വാഷിംഗ്ടണിൽ 2 സയനിസ്റ്റുകളുടെ കൊലപാതകത്തിനു ശേഷം പഹ്ലവി കുടുംബം ഇസ്രായേലിനോടുള്ള സഹതാപം പ്രകടിപ്പിച്ചു. റസാ പഹ്ലവി ഒരു പോസ്റ്റിൽ എഴുതി, "ഇന്ന് ഞങ്ങൾ ഇസ്രായേലിനും അമേരിക്കയിലെ അതിൻ്റെ പ്രതിനിധികൾക്കും ഒപ്പമാണ്. ഞങ്ങളുടെ പോരാട്ടം ഒന്നാണ്." ഈ ഐക്യദാർഢ്യം മാധ്യമ പ്രസ്താവനകൾക്കപ്പുറത്തേക്ക് പോയി. പഹ്ലവിയുടെ അടുത്ത ഉപദേഷ്ടാക്കളിൽ 2 പേർ സെയ്ദ് ഗസ്സമി നജാദും ബെഹ്നം തലേബ്ലോയും ഇറാന്റെ വിവിധ ഭാഗങ്ങൾ ആക്രമിക്കാനുള്ള പദ്ധതികൾ രൂപപ്പെടുത്തുന്നതിൽ പങ്കെടുത്തു. ഫലസ്തീനികൾ നടത്തിയ തൂഫാനുൽ അക്സയെക്കുറിച്ചുള്ള തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കാൻ ഇസ്രായേലി സർക്കാർ തയ്യാറാക്കിയ വീഡിയോകൾ വിതരണം ചെയ്യുന്നതിൽ റസയുടെ മകൾ നൂർ പഹ്ലവി വലിയ പങ്കുവഹിച്ചു. എലാഹെ ഹൊസൈൻ നജാദിന്റെ മരണവാർത്തകൾക്കിടയിൽ റസയുടെ മറ്റൊരു മകൾ ഇമാൻ പഹ്ലവി ഒരു ജൂത അമേരിക്കൻ ബിസിനസ്സുകാരനുമായുള്ള വിവാഹ ചടങ്ങ് നടത്തി.
ചടങ്ങിൽ റസ പഹ്ലവിയും ലോസ് ഏഞ്ചൽസിലെ ഗായകരും പങ്കെടുത്തു. എലാഹെ ഹൊസൈൻ നജാദിന്റെ കൊലപാതകം മുതലെടുത്ത് പഹ്ലവിയും അദ്ദേഹത്തിനെ പിന്തുണക്കുന്നവരും ഇറാനിൽ സംഘർഷത്തിന് ശ്രമിച്ചു. ഇറാനെതിരെ സായുധഘട്ടത്തിലേക്ക് കടക്കാനുള്ള രാജവാഴ്ചക്കാരുടെ ശ്രമവും വിഘടനവാദ പ്രസ്ഥാനങ്ങളെ കേന്ദ്രീകരിച്ച് ആഭ്യന്തര സംഘർഷങ്ങൾ സജീവമാക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുള്ള സയനിസ്റ്റ് വിദഗ്ധരുടെ പ്രസ്താവനകളും 1960കളിലെ വഞ്ചകരുടെയും തീവ്രവാദ ഗ്രൂപ്പുകളുടെയും പെരുമാറ്റത്തെ ഓർമ്മിപ്പിക്കുന്നു. അധികാരത്തിലേക്കുള്ള വഴി അടഞ്ഞെന്ന് മനസ്സിലാക്കിയവർ അന്ന് ഇറാനികൾക്കെതിരെ ആയുധം ഉപയോഗിച്ചു. അതിന് പ്രതികരണമായി ഇറാനിയൻ ജനത അവരെ വലിച്ചെറിഞ്ഞു. പഹ്ലവിയെ ജനാധിപത്യ നേതാവായി കെട്ടിപ്പൊക്കാൻ വ്യാജ അക്കൗണ്ടുകളും നിർമ്മിത ബുദ്ധിയും ഉപയോഗിച്ച് ഇസ്രായേൽ ഓൺലൈൻ ക്യാമ്പയിനുകൾ ആരംഭിച്ചതായി ഇസ്രായേലി മാധ്യമമായ ഹാരറ്റ്സ് തന്നെ റിപ്പോർട്ട് ചെയ്തു. ആഭ്യന്തര രാജവാഴ്ചക്കാരെയും വിഘടനവാദികളെയും പിന്തുണച്ച് കുഴപ്പങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. സയനിസ്റ്റ് ഭരണകൂടം പഹ്ലവിയെ നിയമപരമായ ബദലായി കാണുന്നു. ഗസയിൽ ഇസ്രായേൽ നടത്തിയ വംശഹത്യയെ പിന്തുണക്കുകയും ഇറാനിലെ സാധാരണക്കാർക്കെതിരായ ആക്രമണങ്ങളെ ന്യായീകരിക്കുകയും ചെയ്ത പഹ്ലവി ഇറാന്റെ ശിഥിലീകരണത്തിന് സഹായിക്കുമെന്ന് ഇസ്രായേലിനറിയാം. ഇറാനിൽ ആഭ്യന്തര കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള അവസാന പ്രതീക്ഷയായി സയനിസ്റ്റുകൾ ഇപ്പോൾ റസ പഹ്ലവിയെ കാണുന്നു. അതിനാൽ സാമ്പത്തികവും ആയുധവുമായ പിന്തുണ ഉൾപ്പെടെയുള്ള പ്രായോഗിക പിന്തുണ അദ്ദേഹത്തിന് നൽകാൻ തുടങ്ങിയിരിക്കുന്നു. കിരീടം ധരിച്ച ജനാധിപത്യവാദിയായി റസയെ അവതരിപ്പിച്ചിരിക്കുന്നു.